സ്വന്തം കുട്ടി ശ്വാസമില്ലാതെ പിടയുമ്പോൾ ഒരപ്പൻ എങ്ങനെ ഡ്രൈവ് ചെയ്യും? ഞാൻ ഭയങ്കര സ്വരത്തിൽ കരയാൻ തുടങ്ങിയപ്പോൾ മോള് വായ പൊത്തി എൻ്റെ. പെട്ടെന്ന് ഉടമ്പടി ഏപ്രിൽ 14 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് ഞാനിവിടെ വരുമായിരുന്നു. പക്ഷേ എല്ലാ ഫങ്ഷൻസും ഇവിടുത്തെ കഴിയുമ്പോൾ പ്രയറെല്ലാം കഴിഞ്ഞ് മാതാവ് മാത്രമുള്ള സമയത്താണ് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത്. കാരണം തിരക്കെന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്ക് അന്ന് തിരക്കായിരുന്നു. ദൈവത്തെ അത്രയും അറിഞ്ഞില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ശരിക്കും ഞാൻ ഉടമ്പടി എടുത്തത്, ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്, എൻ്റെ ആവശ്യം മാത്രം പറഞ്ഞ്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാനിത് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു, എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത്, എപ്പോഴും മൈഗ്രെയിൻ്റെ തലവേദന വരുമായിരുന്നു എനിക്ക്. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകും. മിക്കവാറും നൈറ്റ് അവിടെ തന്നെ സഹൃദയ ഹോസ്പിറ്റലിലായിരിക്കും. ട്രിപ്പൊക്കെ ആയിട്ട് കിടക്കും. 2-3 മണിയാകുമ്പോഴാണ് തിരിച്ചു വരിക. ഇങ്ങനെ നിൽക്കുന്ന നീ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുക? 5 മണിക്ക് എഴുന്നേറ്റ് എങ്ങനെ പ്രെയർ ചെയ്യും? പക്ഷേ ഒരു യാദൃശ്യമായി തന്നെ യൂട്യൂബിൽ എനിക്ക് ഇവിടുത്തെ ലിങ്ക് കിട്ടുകയും എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നടന്ന എല്ലാ ശുശ്രൂഷകളും ഞാൻ കണ്ടു. ഉടമ്പടി എന്താണെന്ന് ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് 3 മാസം ഉടമ്പടി എടുക്കാതെ ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഞാൻ ചെയ്തു. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കൊന്ത ചൊല്ലാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡിനെ ഞാൻ പ്രൂവ് ചെയ്തു എനിക്കിതിന് പറ്റും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ 2ാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ മോൻ്റെ കാര്യം ഞാൻ വെച്ചത്. അവന് 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു തുടങ്ങി. അതുവരെ വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു, ബ്രൈറ്റ് ആയിരുന്നു, സ്മാർട്ടായിരുന്നു. ക്ലാസ്സിലിരുന്ന് ഒരു പകുതി സമയമാകുമ്പം ടീച്ചറിനോട് എന്ന് പറയും, എനിക്ക് മതി, എനിക്ക് വീട്ടിൽ പോകണം. ക്ലാസ് ടീച്ചറിനറിയാം ഞങ്ങൾ 2 പേരും വീട്ടിൽ കാണില്ല. അപ്പോൾ ടീച്ചർ ഞങ്ങളെ വിളിച്ച് പറയും, കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ചു. അങ്ങനെ കുറച്ച് ദിവസം പോയി. 9th ആയപ്പോൾ പിന്നെ ക്ലാസ്സിൽ വല്ലപ്പോഴേ പോകുകയുള്ളൂ. 10th ഒരു പരുവത്തിന് ജയിച്ചു. ശരിക്കും എൻ്റെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാണ് അവൻ 10th എന്ന കടമ്പ കടന്നത്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അവന് വേണ്ടിയിട്ട്. പക്ഷേ അവൻ പുറത്ത് 10th കഴിഞ്ഞു, +2 അഡ്മിഷൻ എടുത്തു. പക്ഷേ സ്കൂളിൽ 6 ദിവസമാണ് കുട്ടി പോയത്. ഓവർ വൃത്തി, നമ്മൾ OCD എന്ന് പറയാറുണ്ട്, മെഡിക്കൽ വേർഡ്. ഇപ്പോൾ അവിടുത്തെ ബാത്റൂം ഇഷ്ടമല്ല, സ്കൂൾ അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ല, കൂട്ടുകാരടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ 6 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേയില്ല. ഏകദേശം 1.5 വർഷം നമ്മൾ എങ്ങനെ ലോക്ക്ഡൗൺ ആയിരുന്നോ അതുപോലെ അവൻ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങുകയില്ല. സൂര്യപ്രകാശമൊന്നും കുട്ടി കണ്ടിട്ടേയില്ല. നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കുട്ടിയുണ്ടെന്നറിയാം. ചിലപ്പോഴൊക്കെ ഞാൻ പറയും അവൻ എൻ്റെ വീട്ടിലാണെന്ന് പറയും. ആരെങ്കിലും വീട്ടിൽ വന്നാലും റൂം ലോക്ക്ഡ് ആയിരിക്കും അവൻ്റെ മുറി. ക്ലീൻ ചെയ്യാനൊന്നും നമ്മളെ അകത്തോട്ട് കയറ്റത്തില്ല. കയറിക്കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ പേടിച്ചൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്, അതും വല്ലപ്പോഴും. അങ്ങനെ ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ 2ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അവന് ഒരു നല്ല ഫ്യൂച്ചർ കൊടുക്കണേ മാതാവേ എന്ന്. കാരണം എനിക്കറിയില്ല അവൻ്റെ കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്ന്. ആദ്യത്തേത് എനിക്ക് എൻ്റെ ജോലി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് പോയി. ആ മുറി അത്രയും ഡേർട്ടി ആയിട്ടുള്ളൊരു മുറി ആയതുകൊണ്ട് ഈ വിശുദ്ധമായ ഉപ്പ് അവിടെ എങ്ങനെ ഇടും എനിക്കറിയില്ല. ആദ്യമൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ മനസ്സോടെ അവൻ്റെ ബെഡിൽ ഞാൻ ഈ ഉപ്പ് ഇടാൻ തുടങ്ങി. ബ്ലസ്ഡ് ഓയിൽ റൂമിൽ പുരട്ടും. പക്ഷേ എവിടെയെങ്കിലും ഈ ഓയിലിൻ്റെ പ്രസൻസ് കണ്ടാൽ ആൾ അവിടെ തൊടില്ല. അത് പിന്നെ ഞാൻ തുടച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇവൻ്റെ ഡ്രസ്സിൽ ഞാനിത് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടാൻ തുടങ്ങി. ഉള്ളിൽ ഈ ബ്ലസ്ഡ് സോൾട്ട് ഭക്ഷണത്തിലൂടെ കൊടുക്കാനും തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2021 അതിൻ്റെ ഇടയ്ക്ക് കൊറോണ ടൈമായിരുന്നു. ഇടയ്ക്ക് ബ്രേക്കായി. ഉടമ്പടി ബ്രേക്കായില്ല. 3 മാസത്തിനുള്ളിൽ റിന്യൂവലൊന്നും നടന്നിട്ടില്ല. ഇവിടെ പുറത്ത് വന്ന് തിരിമേടിച്ചുകൊണ്ടൊക്കെ പോവുകയായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങളോടെ കഴിഞ്ഞ് 2ാമത് ഞാൻ അത് ഉടമ്പടി പുതുക്കി അപ്പോൾ ഞാൻ നിയോഗം വെച്ചു, അവൻ്റെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ മാതാവ് അനുഗ്രഹിക്കണം. കാരണം അച്ഛൻ്റെ ടോക്കിലൂടെ അച്ഛൻ പറയുമായിരുന്നു, നമുക്ക് സാധ്യമല്ലാത്തത് അസാധ്യ കാര്യങ്ങൾ ചോദിക്കുക. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇയാൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കുളിക്കാൻ. അവൻ്റെ റൂമിൽ ബാത്റൂം ഉണ്ട്, അവിടെ പോയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂമിലാണ് കുട്ടി പോകുന്നത്, കാരണം ഓവർ വൃത്തിയായതുകൊണ്ട്.
റൂം ഇറങ്ങി വരുമ്പോൾ ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അയാൾ അടച്ചിടും. കാരണം മുഖം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരെയും അവന് കാണുകയും വേണ്ട. കുളിക്കാൻ കയറി, ഇപ്പം മുഖത്ത് ചെറിയൊരു തടുപ്പ് പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മുഖത്ത് നോക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി. ശരിക്കും 2 സോപ്പൊക്കെ ഉപയോഗിച്ചാണ് ആൾ കുളിക്കുന്നത് ഒരു ദിവസം തന്നെ. ഒരു നേരം 2 സോപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം 1 മണിക്കൂറോളം ബാത്തിങ് തുടർന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഇറിറ്റേഷനുണ്ട് മമ്മി. അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഏകദേശം പെട്ടെന്ന് വന്നു. അറിയാം എപ്പോഴും വിളി വരുമെന്നറിയാം. അങ്ങനെ വന്നു. ഹസ്ബൻഡ് വന്ന് മുറി തുറക്കാൻ പറഞ്ഞിട്ടും ബാത്റൂം തുറക്കാൻ പറഞ്ഞിട്ടും ആൾ തുറന്നില്ല. തേച്ച് കുളി തുടർന്നുകൊണ്ടേയിരുന്നു. ചൊറിയുന്നതനുസരിച്ച് സോപ്പ് ഉപയോഗിച്ച് തേച്ചുകൊണ്ടേയിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും നമുക്ക് ആളിച്ചിരി വണ്ണമുള്ള കുട്ടിയാണ്. നോക്കാൻ പറ്റാത്ത രീതിയിൽ ഭീമാകാരമായ രൂപമാണ് ഞാൻ കാണുന്നത്. ഞാൻ അണ്ണാക്ക് വെച്ച് പോവുക ചെയ്തത്. ഭയങ്കരമായിട്ട് അലറി. എന്നിട്ട് ഒരു ട്രിസ് കൊടുത്തു. അത് വെള്ളമില്ലാതെയാണ് കുട്ടി കുടിച്ചത്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നിന്ന നിപ്പിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഏകദേശം കോട്ട റോഡ് എത്തിയപ്പോഴേക്കും പറഞ്ഞു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം. കാരണം സ്വന്തം കുട്ടി ശ്വാസമില്ലാതെ പിടയുമ്പോൾ ഒരപ്പൻ എങ്ങനെ ഡ്രൈവ് ചെയ്യും? ഞാൻ ഭയങ്കര സ്വരത്തിൽ കരയാൻ തുടങ്ങിയപ്പോൾ മോള് വായ പൊത്തി. എൻ്റെ പെട്ടെന്ന് ഉടമ്പടി കാശുരൂപം അത്രയും അന്ന് എനിക്ക് അതുവരെ അതിനോട് അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് അനുഭവം കിട്ടാത്തത് കൊണ്ടില്ലായിരുന്നു. ഉടമ്പടി കാശുരൂപം എടുത്ത് കാറിൻ്റെ സീറ്റിൽ തല എൻ്റെ കയ്യിൽ വെച്ചിരിക്കുക. തലയിൽ വെച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതായത് വിത്തിൻ സെക്കൻഡ് അവൻ പറയുകയാണ്, മമ്മി എൻ്റെ ശ്വാസം മുട്ടൽ മാറി കേട്ടോ, അപ്പോൾ സമാധാനത്തെ വണ്ടി ഓടിച്ചാൽ മതി, പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി, പേടിക്കണ്ട. ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി. കാഷ്വാലിറ്റിയിലോട്ടൊക്കെ നടന്നാണ് കയറിയത്. പക്ഷേ ഹെഗ്ഡേ സാറ് വന്ന് നോക്കിയിട്ട് പറഞ്ഞത് എല്ലാം ഡൗൺ ആയിരുന്നു, പൾസൊന്നും ഇല്ലായിരുന്നു കുട്ടിക്ക്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു അസുഖവും അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങനെ റൂമിനകത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായത്, അല്ലാതെ വേറെ കാരണമൊന്നുമില്ലല്ലോ, ഇനി ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെയ്തത് ഫ്രണ്ട് റൂം തുറന്നിട്ട് തല മാത്രം വെളിയിലേക്ക് കാണിക്കാൻ തുടങ്ങി. തല മാത്രം കാണിച്ചിട്ട് ആളകത്ത് പോകും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏർലി മോർണിംഗിൽ ആരും കാണത്തില്ലല്ലോ, മമ്മി കൂടെ വാ, നമുക്ക് പുറത്ത് ചേർന്ന് വർത്തമാനം പറയാമെന്ന് പറയും. ഒരു 5 മിനിറ്റ് ഏറിയാൽ ഞാനുമായിട്ട് നിന്ന് സംസാരിക്കും, പിന്നെ അകത്ത് കയറും. അതൊരു തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു, ഒരു കൗൺസിലിംഗ് എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അതുവരെ ഓർക്കുക, അവൻ പീഡിയാട്രിഷ്യനെയാണ് ഈ പ്രായത്തിലും കണ്ടുകൊണ്ടിരുന്നത്. സുമാമേരി മാഡത്തിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. വേറെ ഒരു ഹോസ്പിറ്റലിലും ഒന്നിനും ആൾ വരില്ല, ഒരു ഡോക്ടറെയും കാണാൻ വരില്ല. അപ്പം മാഡത്തിനറിയാം, ഇവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ തന്നെയായിരിക്കും കയറുന്നത്. ഇവന് നാണക്കേട് കൊണ്ട് ഇവൻ കയറില്ല. ഞങ്ങൾ പറഞ്ഞാണ് മെഡിക്കൽ എത്തിക്സിന് എതിരാണ് അതെങ്കിലും മെഡിസിൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് ഞങ്ങൾ ചേർത്തലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല വലുതായിട്ട്. തിരിച്ച് വരുമ്പോൾ കാറിലിരുന്നുകൊണ്ട് അവൻ്റെ മൊബൈലിൽ അവന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തു. അവിടെ +2 കംപ്ലീറ്റ് ചെയ്യുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ +2 അപ്ലൈ ചെയ്തു. അവൻ +2 കംപ്ലീറ്റ് ചെയ്തു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിനേക്കാൾ റെസ്പോൺസിബിളായി മാറി. എല്ലാവരും ചോദിക്കുന്നത്, എന്ത് മിറാക്കിളാണ് ഇത് സംഭവിച്ചത്? കൃപാസനത്തിൽ ഇത്രയൊക്കെ സംഭവിക്കുമോ? ഞങ്ങളുമൊക്കെ പോകുന്നുണ്ടല്ലോ, ഇത് എന്ത് മിറാക്കിളാണ്? ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകൻ്റെ കാര്യത്തിൽ. എൻ്റെ ഹസ്ബൻഡ് ഇതിനിടയിലൊരു സർജറി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇത്രയും റെസ്പോൺസിബിളായിട്ട്, അതൊരു ചെറുപ്പക്കാരൻ എന്ന രീതിയിലേക്ക് അവനിപ്പോൾ ആയി. തടി മീശയൊക്കെ വന്നു, ഭയങ്കരമായിട്ട് മാറി. അത്ഭുതമെന്ന് പറഞ്ഞാൽ പോരാ, ആ വാക്കൊന്നും അല്ല അതിന് വേണ്ടത്. അത് മെഡിസിൻ അല്ല അവനെ സുഖപ്പെടുത്തിയത്. ചെറിയൊരു മെഡിസിൻ നമ്മൾ അമൃതയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അവിടുത്തെ മാഡവും പറഞ്ഞത്, ഇത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, മരുന്നുകൊണ്ട് പനി മാറുന്നത് പോലെ ഇത് മാറില്ല. പക്ഷേ 2 വീക്സ്, വിത്തിൻ 2 വീക്സ് കണ്ട മാറ്റം. ഡോക്ടറും പറയാം, ഫെബിയ എന്തിനാണ് നിങ്ങളിനി കൊണ്ടുവരുന്നത്? അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അത് ഈ ബ്ലസ്ഡ് വസ്തുക്കൾ കൊണ്ട് മാത്രം സാധിച്ചതാണ്. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തന്ന മാതാവ്. അതിലേക്ക് എന്നെ നയിച്ചത് ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കുകളാണ്. ശരിക്കും നല്ല ക്രിസ്തീയ വിശ്വാസത്തിലുള്ള കുടുംബമാണ് എൻ്റെതും എൻ്റെ ഹസ്ബൻഡിൻ്റെതും. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കാറ്റഗിസം ക്ലാസ്സിലും കിട്ടാത്ത അറിവുകളാണ് നമുക്ക് ഓരോ ട്യൂസ്ഡേയിലെയും അച്ഛൻ്റെ ടോക്കിലൂടെ എനിക്ക് ലഭിച്ചത്. അർത്ഥം പറഞ്ഞ് കുർബാന കണ്ടത്
ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ഇപ്പോൾ ആവശ്യങ്ങൾ ചോദിക്കാതെ കൊന്ത ചൊല്ലാൻ എനിക്ക് പറ്റുന്നതും വചനം കണ്ടിന്യൂസ് ഉരുവിടാൻ പറ്റുന്നതും ഒക്കെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വന്ന മാറ്റമാണത്. ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ദേഷ്യമുള്ള മുൻകോപമൊക്കെ ഉള്ള ആളായിരുന്നു. അത് മാക്സിമം എനിക്ക് മാറിയെന്ന് വേണം പറയാം. ഒരുപാട് ക്ഷമിക്കാൻ പറ്റുന്നു. ഇപ്പോൾ എൻ്റെ മമ്മ എന്നോട് ചോദിക്കുന്നു, എന്തൊരു മാറ്റമായത്, പുണ്യവതിയായോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. അഡ്വൈസ് ഒന്നും എനിക്കിഷ്ടമായിരുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻ്റെ മോള് കൊറോണയുടെ ടൈമിൽ ഫോൺ എടുത്ത് കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ ലിങ്ക് ലീക്കായി. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഔട്ട്സൈഡ് സ്റ്റുഡൻസ് വന്ന് പാട്ട് പാടാനും കമൻ്റ് ഇടാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി 11 മണിയായപ്പോഴേക്കും സ്കൂളിലെ എല്ലാ ഗ്രൂപ്പുകളും ഔട്ട്സൈഡേഴ്സ് ഹാക്ക് ചെയ്തു. ഞങ്ങൾ ടീച്ചേഴ്സ് ആരും അതിനകത്തില്ലാണ്ടായി, പ്രിൻസിപ്പൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നി, പ്രിൻസിപ്പലിന് മനസ്സിലായി നമ്മൾ വഴി ആയിരിക്കാൻ പോയത്. പക്ഷേ എന്നോട് പറഞ്ഞു, ഇത് ആരോടും പറയണ്ട, നമുക്ക് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം, സിനി ഇത് സൈലൻ്റ് ആക്കി വെച്ചാൽ മതി, നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞിരുന്നു 3 പേരറിഞ്ഞാൽ മതിയെന്ന്. പക്ഷേ എന്തോ എനിക്കതെൻ്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ടീച്ചറെ സിസ്റ്ററായിരുന്നു ഒരു സിസ്റ്ററായിരുന്നു അത്, സിസ്റ്റർ ഫ്രീമ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഞാൻ റിസൈൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. 10th പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു അന്ന്. പേരൻസൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സെങ്കിലും എടുത്തു തരൂ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി എനിക്ക് അതിനുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുവാണെന്ന്. അതൊരു എടുത്തുചാട്ടമായിപ്പോയെന്ന് പിന്നെ എനിക്ക് തോന്നിയത്. പിന്നീട് അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത ഒരു സ്ഥലത്തും എന്നെ അംഗീകരിച്ചില്ല. ഇൻ്റർവ്യൂ കഴിയും, ഓക്കെ പറയും, നല്ല ടീച്ചറായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ വിട്ടത് എന്നൊരു ചോദ്യം വരും. അതോടെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ 3ാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി എനിക്ക് ജോലിയൊന്നും വേണ്ട, പ്രൈവറ്റ് ജോബ് ആയിരുന്നെങ്കിലും അതെൻ്റെ ഒരു അഭിമാനമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് പോയത്. ഒരു സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നല്ലോ, ഇനി ഒരിക്കലും കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇനി മാതാവ് തന്നാൽ മാത്രം മതി, ഇനി എനിക്ക് വേണ്ട, ഞാനിത് ചോദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അത്ര റെപ്യൂട്ടഡ് അല്ല എങ്കിലും 10th വരെയുള്ളൊരു സ്കൂളിലേക്ക് എന്നെ വിളിക്കുന്നു. അവിടെ ഇൻ്റർവ്യൂ ഇല്ലാതെ ഞാൻ 3 മാസം ജോലി ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തുള്ള മറ്റൊരു സ്കൂളിൽ നിന്ന് വിളിക്കുന്നു. അവിടെ നിന്നാണ് ഞാൻ വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ തന്നെ വിളിച്ചു. അവിടെയും ഭയങ്കര അത്ഭുതം. നമ്മൾ കവിവാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ തരുമെന്ന് പറയാം. കാരണം ഞാൻ +2 ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ പോലും ക്ലാസ്സിൽ കയറിയിട്ടില്ല. +2 ക്ലാസ്സിലേക്ക് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ഞാൻ റെസ്യൂമേ ഇവിടെ കൊടുത്തിട്ടില്ല, ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത്, മാഡം ഓൾറെഡി ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നെന്ന്. പക്ഷേ ഞാൻ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, എന്നെ എങ്ങനെ നോക്കിയിരിക്കാൻ അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ ബ്ലസ്ഡ് സോൾട്ട് പതുക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും ചവിട്ടാത്തൊരു ഭാഗം നോക്കിയാണ് ഞാൻ ഇട്ടത്. എന്നാലും ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, നമ്മളിനി എന്തെങ്കിലും ഇടുന്നത് ആരെങ്കിലും കണ്ടോ. ടീച്ചറിനെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നെന്ന്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇൻ്റർവ്യൂ ആയിട്ടൊന്നുമില്ല, ഞാൻ ബയോഡാറ്റ കാണിക്കുന്നില്ല, അതൊന്നും എൻ്റെ കയ്യിലില്ല. പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക അവിടെ ചെയ്തത്. എന്നിട്ട് ഹയർ സെക്കൻഡറിയിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ടീച്ചറെ സോറി, ഞാൻ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് പറ്റില്ല. അപ്പോൾ ടീച്ചർ പറയുന്നത്, പറ്റും, എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്നത് മാതാവ് തന്നെയായിരുന്നെന്നാണ് തോന്നുന്നത്. എനിക്ക് 10ാം ക്ലാസ് തന്നെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ ഈ 13 വർഷവും ഞാൻ ഹയർ സെക്കൻഡറിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോലും കയറിയിട്ടില്ല. അവിടെയാണ് എനിക്കിപ്പോൾ ചാർജ് തന്നിരിക്കുന്നത്. ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. അത് മാത്രമല്ല, ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായെന്ന് വേണം പറയാൻ. ജീവിച്ചിരിക്കുന്ന സാക്ഷിയായിരിക്കും. എനിക്ക് തോന്നുന്നു, എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.